ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നിച്ചൂസ്. വെൽക്കം ടു നിച്ചൂസ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ ഓണത്തെ പ്രമാണിച്ച് അമ്പലം വരെ ഒന്ന് പോയതാണ്. സത്യം പറയാലോ, ഈ ഡ്രസ്സിട്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര സന്തോഷമായിരുന്നു. മാത്രമല്ല, ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ബ്ലൗസൊക്കെ ആയിട്ട് ഒരുമാതിരിയൊക്കെ വന്നു. എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ ബ്ലൗസ് കിട്ടി. തയ്ച്ച് തന്ന ആൾ നുസ്രത്ത് ആൻറ്റിയാണ്, അതായത് എൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻറ്റി തന്നെയാണ്. അതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് അമ്പലം വരെയൊക്കെ പോകാമെന്ന് വെച്ചാൽ. അവിടെ ആണെങ്കിൽ വലിയ തിരക്കില്ലായിരുന്നു, അതുകൊണ്ടുള്ള സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു, കുറേ ചിരിച്ച് മറിഞ്ഞ് കളിച്ച് പിടിച്ച് അങ്ങനെ കുറേ സന്തോഷ വാർത്തകളൊക്കെ കേട്ടൊക്കെയായിരുന്നു പോയത്. കുറേ വാചകം അടിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ കുറേ കാര്യങ്ങൾ തമാശ പറഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് ഇതിൽ മെയിൻ. കുറേ ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ എടുത്തു. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം ഫോട്ടോസ് വീഡിയോസ് എടുക്കണമെന്ന് നല്ല നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ അതിനൊന്നും ഒത്തത് നിന്ന് വരത്തില്ല, അതൊരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് അച്ഛൻ അതിനൊക്കെ നിന്ന് തന്നു. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തതിന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന്, അതായത് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് പോയതാണ്, അച്ഛാ എനിക്ക് അവിടെ ചെന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുണ്ട്. ഇപ്പോഴത്തെ മോഡൽ എല്ലാവരും ആൾക്കുന്ന പോലെ നല്ല ടൈപ്പ് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ പോകുന്ന വഴി കൂടെ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്ന വീഡിയോസ്, ഇരിക്കുന്ന വീഡിയോസ്, നിൽക്കുന്ന വീഡിയോസ്, പിന്നെ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. ഇത് കുറ്റൂരുള്ള സ്ഥലമാണ്. കുറ്റൂരുള്ളൊരു അമ്പലമാണ്. നല്ല അമ്പലമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ അധികം തിരക്കൊന്നുമില്ല, അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ അവിടെ ശിവന്, പിന്നെ ഗണപതി, കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. അവിടുത്തെ പുല്ലിലൂടെ നടക്കുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു രസം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്നു, അതുകൊണ്ട് വെറുതെ എടുക്കുന്നു, അത്ര തന്നെ. പിന്നെ എൻ്റെ അനിയത്തിയാണ്, ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നും പിടിച്ചും കുറേ ഗോപാലം കാണിച്ചും ഗോഷ്ടി കാണിച്ചും അങ്ങനെ നടന്നാണ്. പിന്നെ എവിടെ ഞാൻ പോയാലും 1, 2, 3 വീഡിയോസ് എടുക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം. പക്ഷേ എടുത്തു വരുമ്പോൾ ഒരുപാട് വീഡിയോസ് എടുക്കും. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ വെട്ടമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. സദ്യയുടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്കറിയാം, അച്ഛനറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അമ്മമ്മയും അച്ഛനും അമ്മയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സദ്യ ഒരുക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം പായസം കുടിച്ചിരിക്കണം എന്നൊക്കെ ഓർക്കുമ്പോഴാണ് രസം. പിന്നെ എൻ്റെ അനിയത്തിക്കുട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ കുറേ വട്ടമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നതിലും വീഡിയോ എടുക്കുന്നതിലും ഒക്കെ. പക്ഷേ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അവൾക്ക് വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ സുഖത്തോടെ ഇരിക്കണം. അതിനായിട്ട് മനുഷ്യനെ ഇട്ട് വട്ടം പിടിപ്പിക്കുകയായിരുന്നു അവൾ. നല്ല രസമാട്ടോ ഇവളുടെ കളിച്ചിറക്കാനൊക്കെ. ഇവളുടെ സംസാരമൊക്കെ കേൾക്കാൻ രസമാണ്, ഭയങ്കര രസം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ഈ വഴി കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് നടക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ കുഞ്ഞു വഴിയാണ്, അതുകൊണ്ട് ഒരുമിച്ച് ഒത്തുകൂടി നടക്കാനൊന്നും പറ്റാത്ത സ്ഥലമാണ്. ഓരോ ആൾക്കാർ വെച്ച് പോകണം, നല്ല പ്രശ്നമാണ്. എൻ്റെ അപ്പുറത്തൊക്കെ ചെറിയ പറമ്പൊക്കെ പോലെ ഒരു സംഭവമാണ്. അങ്ങോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ തന്നെ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നടക്കാൻ. ഫോണൊക്കെ പിടിച്ചത് പേടിച്ചാണ്, കാരണം പാവാടയുണ്ട്. പാവാടയാണെങ്കിൽ നല്ല നീളമുണ്ടായിരുന്നു, അത് കാരണം നല്ലോണം പൊക്കി പിടിച്ചാണ് നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സന്തോഷ ദിവസം നല്ലോണം കാണുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇതുപോലത്തെ ആഘോഷങ്ങൾ വന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം, ഞാൻ രാവിലെ തന്നെ അല്ലെങ്കിൽ രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കിടക്കുന്നതാണ്. പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നും ശരിയായിട്ടില്ല. ഇതുവരെ എടുത്തതിൽ ഒരു വീഡിയോസ് പോലും എനിക്ക് ശരിയായിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ അതിലൊന്നും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ ഇന്ന് നല്ലൊരു വീഡിയോസൊക്കെ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട്. എനിക്കെന്തായാലും സന്തോഷം തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലങ്ങോട്ട് കുറേ നടക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ടും കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തത്. ആ കാണുന്ന ഒരു പിങ്ക് വയലറ്റൊക്കെ പോലത്തെ ഒരു ജനൽ കാണില്ലേ, അതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം ഒരു റബ്ബർ ഗാർഡിൻ്റെ നടുക്കൊക്കെയാണ് ഞങ്ങളുടെ വീട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.